ഹലോ ഗൈസ്, വെൽക്കം ടു മാഡ്രിഡ് മീഡിയ. വൺസ് അഗെയിൻ എല്ലാവരോടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ കഴിഞ്ഞ കളിയിൽ റയൽ മാഡ്രിഡ് 5-0 അലാവസിനെ തകർത്ത് കളഞ്ഞു. അതിൽ റയൽ മാഡ്രിഡിന്റെ ഏകദേശം ഫസ്റ്റ് ടീം തന്നെ ഇറങ്ങിയ ഒരു കളിയായിരുന്നു. നമുക്കറിയാം, വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആണ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എസ്പെഷ്യലി ടോണി ക്രൂസ് മിഡ്ഫീൽഡ് വളരെ ബ്യൂട്ടിഫുൾ ആയി കൺട്രോൾ ചെയ്തു. അതുപോലെ അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ഗോളിന് വേണ്ടി ബെല്ലിംഗാമിന് കൊടുത്തിട്ടുള്ള ഒരു അസിസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അസിസ്റ്റ് ആയിരുന്നു. അത് ബെല്ലിംഗാം ഗോളാക്കി മാറ്റി. അഗൈൻ ബെല്ലിംഗാമും വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു ഗോളും 2 അസിസ്റ്റും ബെല്ലിംഗാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുപോലെ അർഡാഗുലർ ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഓരോ 60 മിനിറ്റിലും അർഡാഗുലർ ഗോൾ അടിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ കഴിഞ്ഞ കളിയിലും അർഡാഗുലർ ഒരു നല്ല മനോഹരമായ ഗോൾ നേടുകയുണ്ടായി. അതുപോലെ ഫെഡെ വാൽവർഡെ ഒരു റോക്കറ്റ് ഷോട്ട് വല തുളച്ചു കയറുക ഉണ്ടായി. അത്രയും മനോഹരമായ ഒരു ഗോളായിരുന്നു അത്. ഈവൻ കമന്റേറ്റേഴ്സ് പോലും പറയണ്ട, ഈ ഫെഡെ വാൽവർഡേക്ക് നോർമൽ ഗോൾ അടിക്കാൻ അറിയില്ല, ഇദ്ദേഹത്തിന്റെ ഓരോ ഗോളും വളരെ വളരെ സ്പെഷ്യൽ ആണല്ലോ എന്ന്. അതുപോലെ വിനീഷ്യസ് ജൂനിയറുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് ഇന്നലെ ഉണ്ടായത്. അദ്ദേഹം ഒരു ബ്രേസ് സ്കോർ ചെയ്യുണ്ടായി. അതായത് 2 ഗോൾ സ്കോർ ചെയ്യണ്ടായി. പക്ഷേ വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫിനിഷിംഗ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ ഒരു ഹാട്രിക്ക് നേടാനുള്ള അവസരം പോലും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ എല്ലാ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഡാനി കർവഹാളായാലും ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് റോഡ്രിഗോയുടെ പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് ഒക്കെ കുറച്ച് മോശമായിരുന്നു. വിനീഷ്യസിന്റെ ഒരു നല്ലൊരു പാസ് ഉണ്ടായിരുന്നു, അത് ഗോളാക്കി മാറ്റാൻ റോഡ്രിഗോക്ക് പറ്റിയില്ല. സോ എന്നാലും നമുക്ക് റോഡ്രിഗോയുടെ പെർഫോമൻസിന് ഒരു 7 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ഗെയിമിൽ നന്നായിട്ട് പെർഫോം ചെയ്ത മറ്റൊരാൾ നമ്മുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള തിബോ കുർട്ടുവ ആണ്. അപ്പൊ തിബോ കുർട്ടുവ നമുക്ക് ഈ സ്കോർ ലൈൻ കാണുമ്പോൾ നമ്മളായിരിക്കും 5-0 എന്നൊക്കെ കാണുമ്പോൾ തികച്ചും വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു എന്ന് തോന്നും. എന്നാൽ അലാവസ് ഒരുപാട് നല്ല അറ്റാക്കിംഗ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായി. അലാവസിന്റെ ഒരു നമ്പർ 10 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ യാനിസ് ഹാഗി, അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ഒരു കളിയാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം തിബോ കുർട്ടുവയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നല്ല ഷോട്ടുകൾ ഉയർത്തു. നമ്മൾ ആ ഒരു പഴയ ആ തിബോ കുർട്ടയുടെ ഒരു റിട്ടേൺ നമ്മൾ കാണുകയുണ്ടായി. ആ തിബോ കുർട്ട വളരെ നല്ല റിഫ്ലക്സുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഗെയിം തന്നെയാണ് കുർട്ടയുടെ ഭാഗത്ത് ഉണ്ടായത്. മാച്ചിന് ശേഷം കുർട്ട പറയുകയുണ്ടായി, ഞാൻ ആ പഴയ കുർട്ട തന്നെയാണ്, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ദ കിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈവൻ ആഞ്ചലോട്ടി പോലും ഇപ്പോൾ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കുർട്ടോയെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത്. ESPN അത് റിപ്പോർട്ട് ചെയ്യുണ്ടായി. സോ ബേസിക്കലി നമുക്കറിയാം ആഞ്ചലോട്ടിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വരാണ്. ഡോട്ട്മുണ്ടാണ് വളരെ മനോഹരമായി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ അവർക്കൊരു ഒരു ഒരു 1-ൽ ഒരു ഗോൾ അടിക്കാൻ പറ്റിയാൽ പോലും ഡോട്ട്മുണ്ടിനെ തടയാന്നുള്ളത് മറ്റു ടീമുകൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു നാരോ മാർജിനിൽ പോലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡിസൈഡ് ചെയ്യപ്പെട്ടേക്കാം. നമുക്ക് ആഞ്ചലോട്ടി ഓൾറെഡി 2005 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജറാണ്. സോ അത്രയും നാരോ മാർജിനിലായിരിക്കും ഒരുപക്ഷെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡിസൈഡ് ചെയ്യപ്പെടുക. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം തിബോ കുർട്ടുവ തിരിച്ചു വരുന്ന സമയത്ത് വേൾഡ്സ് ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് ആഞ്ചലോട്ടി എപ്പോഴും പറയുന്ന ഒരു പേരാണ് തിബോ കുർട്ടയുടേത്. അപ്പോൾ അതൊരു നാരോ വിക്ടറി ആയി മാറിയേക്കാം എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ തിബോ കുർട്ടോയെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഞ്ചലോട്ടി നോക്കുന്നത്. പക്ഷെ പല ലെജൻസും റയൽ മാഡ്രിഡ് ഫാൻസും എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഇത്രയും വലിയൊരു സ്റ്റാച്ചുറിൽ എത്താൻ കാരണം ലുനിൻ നടത്തിയിട്ടുള്ള ആ ഒരു മനോഹരമായ പെർഫോമൻസ് ആണ്. സോ അദ്ദേഹം തീർച്ചയായും ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ സ്റ്റാർട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈവൻ റയൽ മാഡ്രിഡ് ലെജൻഡ് ആയിട്ടുള്ള ഒരു സ്പെയിനിന്റെ ഐതിഹാസികമായ ക്യാപ്റ്റനായിട്ടുള്ള ഐഗർ കസിയാസ് മുന്നോട്ട് വന്നുകൊണ്ട് പറയേണ്ടായി, തിബോ കുർട്ടോ ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ. അത് എന്തായാലും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സീസണിൽ ആൻഡ്രേ ലുനിന്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ കസിയാസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തീർച്ചയായും ആൻഡ്രേ ലുനിനെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ആൻഡ്രേ ലുനിൻ ഇപ്പോഴത്തെ സമയത്ത് ഒരു ഗ്യാരണ്ടിയാണ്. നേരെ മറിച്ച് തിബോ കുർട്ടോയെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇവൻ തോ അദ്ദേഹം ലോകത്തിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ആണെങ്കിലും അദ്ദേഹം ഒരുപാട് മാച്ചസ് ആയിട്ട് കളിച്ചിട്ടില്ല. സോ നമുക്കറിയില്ല, ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഒരു പ്ലെയർ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ചെറിയൊരു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും. നേരെ മറിച്ച് ലുനിനാണ് ഒരു ഗ്യാരണ്ടിയാണ്. അതാണ് ഗോൾ കീപ്പിംഗ് ലെജൻഡ് ആയിട്ടുള്ള ഐഗർ കസിയാസ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ഒപ്പീനിയൻ കൺസിഡർ ചെയ്യണം ആഞ്ചലോട്ടി എന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോ അത് മാത്രമല്ല, നമ്മളറിയാം ആഞ്ചലോട്ടി തീർച്ചയായും മിലിറ്റാവോക്ക് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മാച്ചുകളിലൊക്കെ തന്നെ മിലിറ്റാവോയും കളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മിലിറ്റാവോയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഞ്ചലോട്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയനിൽ മിലിറ്റാവോ കുറച്ച് ഷെയ്ക്കിയാണ്. അദ്ദേഹത്തിന് ആ ഒരു പഴയ റിഫ്ലക്സും അത്ലറ്റിക്സും ഒക്കെയാണ്. നമുക്കറിയാം മിലിറ്റാവോയുടെ ആ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ, ആ ഒരു അത്ലറ്റിക് ക്വാളിറ്റീസ്, ആ ഒരു റിയാക്ഷനൊന്നും
മിലിറ്റാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. എന്നാൽ തിബോ കുർട്ടോയുടെ കേസിൽ തിബോ കുർട്ടോയുടെ റിഫ്ലക്സസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി സ്റ്റാർട്ട് ചെയ്താലും മിലിറ്റാവോയെ സ്റ്റാർട്ട് ചെയ്യരുത് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഇനി നമുക്ക് ലാലിഗയിൽ വരാൻ പോകുന്നത് 2 ടഫ് ഫിക്സ്റ്റേഴ്സ് ആണ്. കരുത്തരായ വില്ലാറയലിനെയും അതുപോലെ റയൽ ബെറ്റീസിനെയുമാണ് നമുക്ക് നേരിടേണ്ടത്. അതിൽ തന്നെ ലാലിഗയിലെ ലാസ്റ്റ് മാച്ച്, ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുമ്പുള്ള മാച്ച്, റയൽ ബെറ്റീസിനെതിരായ മാച്ച്. ആ മാച്ച് നമുക്കറിയാം, റയൽ ബെറ്റീസ് വളരെ ഫോമിലുള്ള ഒരു ടീമാണ്. മാത്രമല്ല അവർക്ക് ആ ലാസ്റ്റ് കളി ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം യൂറോപ്പ കോൺഫറൻസ് ലീഗ് സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെറ്റീസും സോസിഡാഡും തമ്മിൽ നല്ലൊരു പോരാട്ടം നടക്കുന്നുണ്ട്. സോ ബെറ്റീസും തീർച്ചയായും ഒരു സൂപ്പർ കളിയായിരിക്കും ആ ഒരു അവസാന ലാലിഗ മാച്ചിൽ പുറത്തെടുക്കുക. സോ ആ ഒരു കളിയിൽ ആഞ്ചലോട്ടി ആരെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയണം. ആ കളിയിൽ ഇനിയിപ്പോ തിബോ കുർട്ടോ കളിക്കുകയാണ്, തിബോ കുർട്ടോയുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആഞ്ചലോട്ടി കുർട്ടോനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും ഫാൻസ് നമുക്കറിയാം, അവരെല്ലാവരും ലിനിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും ഇതുപോലെ എന്താ പറയാ, തിബോ കുർട്ടോ ലോകത്തിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ആവുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് തീർച്ചയായും ഈ ഒരു കേസിൽ നമുക്കൊരു ഒപ്പീനിയനും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ആ ഡിസിഷൻ നമുക്ക് ആഞ്ചലോട്ടിക്ക് വിടാം. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം ഒരു ബെസ്റ്റ് ചോയ്സ് നടത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ എനിവേ അതൊരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കാം. എന്തായാലും ലെറ്റ് us hope for the best.